ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡംഗം A അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഇരുവരെയും ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡി അനുവദിച്ചാൽ കേസിലെ നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് SIT കടക്കും. സുധീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PS പ്രശാന്തിനെയും മുൻ ബോർഡംഗമായ A അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയാണ്. കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാകും നീക്കം. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും 2019 നടന്ന സ്വർണ്ണക്കൊള്ള അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി 2025 ഈ ഭരണസമിതി, അന്നത്തെ ദേവസ്വം ഭരണസമിതി PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ ചില ഇടപെടലുകൾ അതൊക്കെ തന്നെയാണ്. അതായത് ഈ സ്വർണ്ണ പാളികളും മറ്റുമൊക്കെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, അത് 2019 ഉണ്ടായ സ്വർണ്ണക്കൊള്ളയെ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലായിരുന്നു SIT നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗം കൂടിയായിട്ടായിരുന്നു SIT പ്രശാന്തിനെയും ഒപ്പം ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അറസ്റ്റ് ചെയ്ത അന്ന് ദിവസം തന്നെ വിശദമായ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നൊരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് SIT ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഇരുവരെയും ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ദിവസത്തെ കസ്റ്റഡി വിട്ടു നൽകാനായിരിക്കും ഒരുപക്ഷെ കൊല്ലം വിജിലൻസ് കോടതി ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ കസ്റ്റഡി വാങ്ങിക്കൊണ്ട് SIT പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ 2025 നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ട് ഈ സ്വർണ്ണ പാളികളിൽ അല്ലെങ്കിൽ ഇത്തരം സംഭവത്തിൽ 2019 കേസ് മറച്ചു വെക്കുന്നതിനാവശ്യമായ എന്തൊക്കെ നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും SIT കടക്കുക. അങ്ങനെയെങ്കിൽ ഈ 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലുള്ള മറ്റംഗങ്ങളിലേക്കൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യലിലൂടെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിനും സാധ്യതയുണ്ട്.